ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ നമ്മൾ ഇവിടെ കാണാറുണ്ട്, അല്ലെങ്കിൽ ഒരു കാറ് തെന്നിപ്പോകുന്ന ഒരു പടവും കാണാറുണ്ട്. ഓഫ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എന്തുകൊണ്ടാണ് ഇത് ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്? എന്നാൽ ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ മീറ്ററിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നും തന്നെ കാണിക്കുന്നില്ല. പക്ഷേ ഇത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്നാലോ നമുക്കൊരു വാർണിംഗ് ലൈറ്റ് ഇതേണ്ട ഇവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേ സെയിം പടം കാണിച്ചുകൊണ്ട്, അതായത് ഇത് ഓഫ് ചെയ്തിട്ടുകൊണ്ടുള്ളൊരു പടം. എന്നാൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് വാഹനം ഓഫ് ചെയ്തു, ഞാൻ ഒന്നുകൂടെ ഓൺ ചെയ്യുകയാണ്. അങ്ങനെ ഓൺ ചെയ്ത സമയത്ത് ആ വാർണിംഗ് ലൈറ്റ് അവിടുന്ന് പോയിരിക്കുകയാണ്. പിന്നെ ആ വാർണിംഗ് ലൈറ്റ് കാണിച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും ഈ ഒരു വാർണിംഗ് ലൈറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആക്കി എന്നുള്ളതിനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് തന്നെ നമ്മളിത് ഓഫ് ചെയ്യണം. പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുക. ഒരു ഏകദേശം 3 തൊട്ട് 4 സെക്കൻഡ് വരെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാർണിംഗ് ലൈറ്റ് ഇവിടെ ഓൺ ആകും. വാർണിംഗ് ലൈറ്റ് ഓൺ ആകുക എന്നൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നൊരു യൂണിറ്റ് ഇതിനകത്ത് വർക്കാകില്ല. അതായത് നമ്മുടെ ഈ വാഹനത്തിനകത്ത് ട്രാക്ഷൻ കൺട്രോൾ വർക്ക് ചെയ്തില്ല. അപ്പോൾ ശരിക്കും എന്താണ് ഈ ട്രാക്ഷൻ കൺട്രോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം നമ്മളൊരു വളവൊക്കെ തിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്കിഡ് ആകുന്ന സമയത്തോ നമ്മുടെ ട്രാക്ഷൻ എവിടെയെങ്കിലും പോകുന്നതായിട്ട് നമ്മുടെ വാഹനത്തിന് ഫീൽ ചെയ്താൽ, അതായത് ടയേഴ്സ് എല്ലാം കറങ്ങുന്നുണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട്, അതായത് ഒന്ന് ചെരിയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, ചെരിയോ മീൻസ് ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് സ്കിഡിങ് ഉണ്ടാകുകയാണെങ്കിൽ, ഇച്ചിരി കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വളവൊക്കെ തിരിക്കുകയെന്ന് വെച്ചോളൂ. അതായത് ഒരു നല്ലൊരു വളവാണ്, നല്ല സ്പീഡ് തിരിക്കുകയാണ്, വാഹനം ഒരു സൈഡ് കൊണ്ട് സ്കിഡാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മുടെ വാഹനത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ ഏതൊരു ഭാഗത്ത് അല്ലെങ്കിൽ ഏതൊരു ടയറാണ് അങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ടയറിലോട്ട് ബ്രേക്കിങ് കൊടുക്കുകയാണ്, ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്കിങ് കൊടുക്കുകയാണ്. ഇതിനെയാണ് ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാക്ഷൻ, അതായത് ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പിടുത്തമില്ലായ്മ അല്ലെങ്കിൽ പിടുത്തം ഇല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പിടുത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ട്രാക്ഷൻ കിട്ടാൻ വേണ്ടി വാഹനത്തിൻ്റെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഈ ട്രാക്ഷൻ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈം, അതായത് വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് ഇത് ഓണാണ്, ഈ ഒരു സംഗതി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത്, ട്രാക്ഷൻ കൺട്രോൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ വാഹനത്തിന് വലിമെടുപ്പ് വരാനുള്ള ചാൻസ് ഉണ്ടോ, വാഹനത്തിന് മൈലേജ് കുറയാനുള്ള ചാൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്തിരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ട്രാക്ഷൻ കിട്ടാതെ വരുന്ന സമയത്ത് അതിനനുസരിച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം അവിടെ ചെയ്യാൻ പറ്റാതെ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സമയത്ത് മാത്രം ഓഫ് ചെയ്തിടുക. പിന്നെ വൺസ് വാഹനം ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ പിന്നെയും ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കും. ഒരിക്കലും നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റുന്നൊരു ഫംഗ്ഷൻ അല്ല, ഫുൾ ടൈം ഇത് ഓണാണ്. ശരിക്കും ഇതൊരു സേഫ്റ്റിയുടെ ഫീച്ചറും കൂടെയാണ് ഈ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ആയിട്ടും കൊണ്ട് രേഖപ്പെടുത്തിയേക്കുക.